അടുത്തായി ആശംസ അർപ്പിക്കാനായിട്ട് നമ്മുടെ അംബിക വിശ്വനാഥ് ഉദയഭാനു സാറിൻ്റെ മകളെ ക്ഷണിക്കുകയാണ്. സദ്ഗുരുവേ ശരണം. ഗുരുവാണി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മുഹൂർത്തമായിരുന്നു ഇത്. ഗുരുവാണി എന്നുള്ളത് കാണാനും അതെങ്ങനെ ഇരിക്കും, ആ പുസ്തകം കഴിഞ്ഞ പുസ്തകത്തെ പോലെയാണോ ഈ പുസ്തകം, എന്തൊക്കെയാണ് അതിനകത്ത്. എനിക്ക് ഈ കഴിഞ്ഞ പുസ്തകത്തിൽ ഭാഗവാക്കാകാൻ സാധിച്ചിരുന്നു, പക്ഷേ ഇതിനെനിക്ക് സാധിക്കാതെ വന്നു. ഇനിയുള്ള ഗുരുവാണികൾ ഇതെല്ലാം കണ്ട് പ്രചോദനം പോലെ ഇനിയുള്ളതിലെങ്കിലും എനിക്ക് പങ്കെടുക്കണമെന്ന് അതിയായ മോഹമുണ്ട്. ഈ ഗുരുവാണി ഇത്തരണത്തിൽ പുസ്തക രൂപത്തിലെത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹം ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്തത് നമ്മുടെ ഷാജി ഉദയഭാനു ചേട്ടൻ 2 വാക്ക്. സദ്ഗുരുവേ ശരണം. ഇവിടെ വന്നു ചേർന്ന ഈ പ്രോഗ്രാം ഇത്രമേൽ വിജയിപ്പിച്ച എല്ലാ ആത്മബന്ധുക്കൾക്കും സാദര പ്രണാമം. ഇവിടെ എനിക്ക് വലിയ പ്രസംഗിച്ച പരിചയമൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ ആവശ്യത്തിന് വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഗുരുകാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഈ ഗുരുവാണി പ്രകാശനത്തിലേക്ക് ആശംസ അർപ്പിക്കുന്നതിലേക്കായിട്ട് ഗുരുമാർഗം പ്രകാശ സഭയുടെ വൈസ് പ്രസിഡൻ്റായ ആനന്ദണ്ണന് 2 വാക്ക് പറയാൻ ക്ഷണിച്ചു. സദ്ഗുരുവേ ശരണം. വളരെ മനോഹരമായ ഗുരുവിൻ്റെ വാക്കുകൾ കഴിഞ്ഞ ഗുരുജയന്തിക്ക് ആദ്യത്തെ വാളിയം ഇറക്കാൻ കഴിഞ്ഞു. കാരണം വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ട് കുറേ ആത്മബന്ധുക്കൾ അതിനു വേണ്ടിയുള്ള മനസ്സ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ആശ്രമമായിട്ട് പോകുന്നില്ല, ആ വിഷമം, ഗുരുവിൻ്റെ ആശയങ്ങൾ, ഗുരുവിൻ്റെ മാർഗം പുനഃസ്ഥാപിക്കുന്ന ആ ഒരു കാലഘട്ടം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശാന്തിഗിരിയാശ്രമത്തെ പോലെ ഒന്നും ഓരോ കാര്യങ്ങളും പ്രിൻ്റ് ചെയ്തിറക്കാനുള്ള സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നുമുള്ള അറിവുള്ളവരുമല്ല. അങ്ങനെയുള്ള എന്താ പറയുക, വലിയ കവിത്വമെന്നുള്ള ആൾക്കാരോ എഴുത്തുകാരൊന്നും അല്ല ഇതിനകത്തുള്ളത്. സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യരാണ്. ഗുരു അവരെ വെച്ചിട്ടാണ് ഈ കർമ്മം ഇവിടെ ആദ്യത്തെ കർമ്മം ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പം എനിക്കിപ്പം എന്താ പറയാൻ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചെറിയ എഴുത്തുകൾ വ്യത്യാസം ഉണ്ടെന്നുള്ള അല്ലാതെ ഇരിക്കുന്നതെല്ലാം അതേ ആൾക്കാർ തന്നെയാണ്, ചെയ്തതും അതേ ആൾക്കാർ തന്നെയാണ്. അത്രേ ഉള്ളൂ. ചെറിയ 1-2 എഴുത്തുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സംഘടന രീതിയിൽ. എന്ന കർമ്മം 2 പേരെ കർമ്മവും ഇന്ന് ഞാനൊരു ചെറിയ ഡൗട്ട് തോന്നി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വേറെ പ്രാർത്ഥന കഴിക്കുന്നത് 2 വരി പ്രാർത്ഥിച്ചപ്പോൾ അതും കാരണം പ്രാർത്ഥന തൊട്ട് എല്ലാം അതേ ഇത് തന്നെയാണ്. നമ്മൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഗുരുവിൻ്റെ ഈ കാലഘട്ടം, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് ഇതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞല്ലോ. ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരു സംസാരിച്ച വാക്കുകൾ ആ രീതിയിൽ തന്നെ ഇനി വരണ മക്കൾ ഇതിനേക്കാളും അത് കണ്ടറിഞ്ഞ് നമ്മളതിനെ പരിഭാഷപ്പെടുത്തിയതിനേക്കാൾ, നമ്മളതിനെ ചിന്തിച്ചതിനേക്കാൾ വളരെ രീതിയിൽ എഴുതേണ്ട കഴിവും ഒക്കെ ഉള്ള പരമ്പര വരും.
അത് വരാതെയൊന്നും ഇരിക്കില്ല. കാരണം അതിനുള്ള ആ ഒരു കർമ്മം, ഗുരുപൂജ എന്നുള്ള കർമ്മം ചെയ്തിട്ടാണ് ഗുരു പോയത്. ഗുരു ഇവിടെ ശരീരം വിട്ടു പോയതെന്നല്ല, ശരീരം വിട്ടു പോയത്. ഗുരുവിൻ്റെ കൂടെ നിന്ന് ഗുരുവിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒന്നും ഒരു പാരമ്പര്യമോ ഗുരുകുല പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ദേവീദേവ ആരാധന പാരമ്പര്യമോ അങ്ങനെ മഹത്തായ പാരമ്പര്യമോ ഒന്നുമുള്ള കുടുംബമൊന്നുമല്ല എൻ്റെ കുടുംബം. കൊച്ചിലെ ദുരിതവും ദുഃഖവും ഒക്കെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഗുരു എനിക്ക് തരാനുള്ള മാക്സിമം തന്നിട്ടുണ്ടെന്ന് എനിക്ക് ചിന്തിക്കുകയാണ്. കാരണം ഞാൻ വിളിക്കാതെ തന്നെ ഗുരു കല്യാണം കഴിച്ചു തന്നു. എൻ്റെ മക്കളെ രണ്ടുപേരും ഗുരു കയ്യിലെടുത്ത് തലോടിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുരു എന്താ പറയുക, ഗുരുപൂജ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനൊന്നും സാമ്പത്തികമായിട്ട് ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല. ഇതൊന്നും അറിഞ്ഞ കാലഘട്ടങ്ങളുമല്ല. ഗുരു ഉപദേശം തന്നിട്ടുണ്ട്. ഗുരുവുമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനും ഗുരു കഴിച്ച ഭക്ഷണം ആ പങ്ക് വാങ്ങിച്ച് കഴിക്കാനും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഭാഗ്യം എത്രയോ ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഗുരു ഈ ജീവിതത്തിൽ എനിക്ക് തരാനുള്ള ഇതേ ഒക്കും. നമ്മൾ അത്രത്തോളം ശിഷ്യനോ അത്രത്തോളം സന്യാസ രീതി ഒന്നും അല്ല. എന്നാൽ ഗുരു എന്തുകൊണ്ടോ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ള പല കുടുംബങ്ങളും ഇതിനകത്ത് കാണും. അതൊരു ഭാഗ്യങ്ങൾ വെച്ച് ഭാഗ്യങ്ങളാണ്. ഇത് 2-3 ജന്മങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഗുരു പറഞ്ഞ 250 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ കർമ്മം പൂർത്തീകരിക്കാനും ഒരുപക്ഷെ നമ്മൾ ഇന്ന് വിഷമിക്കുന്ന, ഇന്ന് പ്രാർത്ഥിക്കുന്ന, ഇന്ന് സങ്കല്പിക്കുന്ന ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള മക്കൾ ഇവിടെ വരെ തന്നെ ചെയ്യും. ഇവർ വിചാരിക്കുന്ന ഈ രംഗങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുള്ളൂ. ശാന്തിഗിരി ആശ്രമം ഇന്ന് ഭരിക്കുന്ന അമൃതാചന്യോടും ഈ ഹരി എന്ന് പറയുന്ന വലിഞ്ഞു കയറി ഗുരുവിനാൽ ആശ്രമം വിട്ട് ആശ്രമത്ത് 3 തലമുറയാണോ 350 വർഷമാണോ എന്നറിയില്ല, 3 തലമുറയ്ക്ക് ആശ്രമത്തിനകത്ത് ഇവനെ കയറ്റരുത് എന്ന് പറഞ്ഞ ആ ഹരിയോടും ആ കുടുംബത്തോടും എനിക്ക് എൻ്റെ സാധാരണ ഒരു വാക്കുകൾ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ആശ്രമം വിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. കാരണം നിങ്ങളെ കള്ളത്തനങ്ങളും നിങ്ങളെ ഈ പൊട്ടത്തനങ്ങളും നിങ്ങളെ ഈ ഗുരുവാണികളൊക്കെ ലോകം അറിഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ പരമ്പര ഗുരുവിനെ കണ്ട, ഗുരുവിനെ അറിഞ്ഞ, ഗുരുവിനെ വിശ്വസിച്ച, ഗുരുവിൻ്റെ പാദങ്ങൾ നമസ്കരിച്ച പരമ്പര അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ കൂടെ നിൽക്കുന്ന അത്രയും ഇതൊന്നും അറിയാതെ കുറേ പൊട്ടന്മാരായിരിക്കും. അതുകൊണ്ട് മാപ്പില്ല, നിങ്ങൾക്ക് മാപ്പില്ല. അത് നിങ്ങൾ ചെയ്ത ബ്രഹ്മകുറ്റമാണ്. പരബ്രഹ്മം ഈ ലോകത്ത് സത്യത്രാണെന്ന് പറയുന്ന ആ ഋഷീശ്വരന് പറ്റിയ തെറ്റ് അഹന്ത, ആ അഹന്തയിലൂടെ വന്ന തെറ്റ് തിരുത്താനാണ് ഗുരു വന്നത്. തിരുത്താൻ നമ്മളെ പോലെ സാധാരണക്കാരെ കൊണ്ടൊന്നും തിരുത്താൻ നോക്കില്ല. അതിനേക്കാൾ അവസ്ഥകൾ നേടിയ ഒരു മഹാഗുരുവിനെ കൊണ്ടേ അതൊക്കൂ. അത് ജന്മങ്ങളോളം പല ജന്മങ്ങളോളം ബ്രഹ്മം കാത്തുവച്ചിരുന്ന ഒരു രംഗമാണത്. ആ കാത്തുവച്ചത് അത് പൂർണ്ണമായെന്ന് ബ്രഹ്മത്തിൽ നിന്നും അറിയിപ്പ് കിട്ടി. ആ പൂർണ്ണമെന്ന് വെച്ചാൽ സത്യത്തിലാണെന്ന് വന്ന തെറ്റ് തിരുത്തപ്പെട്ടു ബ്രഹ്മം അറിയിച്ചതാണ് ഇവിടെ. അതിനുശേഷം നിങ്ങളിനി ഒന്നും അറിയിക്കേണ്ടതല്ല. നിങ്ങളിൽ നിന്നും ഒരു കർമ്മം ഇവിടെ നേടാനുമില്ല. ഗുരു എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവധൂതൻ പറഞ്ഞതാണ്, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. നമ്മളെ ഗുരു പറഞ്ഞ വാക്കുകൾ ഗുരുവാണികളിൽ എല്ലാം ഉണ്ട്. ആ വാക്കുകൾ പഠിച്ചാൽ മതി. ഗുരുവിൻ്റെ ലയനശേഷം, ഗുരുവിൻ്റെ ശരീരം വിട്ടതിന് ശേഷം ഗുരുവിൻ്റെ പാദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമസ്കരിക്കാൻ സഹകരണ മന്ദിരമുണ്ട്. സഹകരണ മന്ദിരത്തിൽ ഗുരു വന്നിരുന്നിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് നമസ്കരിക്കേണ്ട സ്ഥലം. ഇപ്പോൾ ഒരു ദർശന മന്ത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ദർശനം കാണിക്കാനല്ല. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് ആത്മീയ പരമ്പരയിൽ ഒരു പരമ്പരകളിലും സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാരണം അവരിലൊരു കുറവുണ്ട്. ആരും തെറ്റാ വിചാരിക്കരുത്. അവരിലൊരു കുറവുണ്ട് എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം അത് ഇന്നൊന്ന് നബി എവിടെയും വിട്ടുകൊണ്ട് പോയോ ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ തുടങ്ങുന്നതെന്ന് ഗുരുവിൻ്റെ വാക്കുണ്ട്. ശ്രീനാരായണ ഗുരുവും നബിയും എവിടെയാണോ അവസാനിച്ചത്, അവർക്ക് നിർത്തേണ്ട അവസരം വന്നോ അതിൽ നിന്നും നമ്മൾ തുടങ്ങുകയാണ്. അന്ന് പറയുമ്പോൾ അവിടെ ഗുരു രൂപമില്ല. നബിയുടെ പരമ്പരയിൽ രൂപമില്ല. നാരായണ ഗുരു അവസാനം ഇതെല്ലാം മാറ്റിയിട്ട് പല സ്ഥലങ്ങളിലും ഗുരുവിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവസാനം കണ്ണാടി പ്രതിഷ്ഠയാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെ ഓരോ മഹാന്മാരും അത് അവരുടെ ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് അവരത് കാണിച്ചു തന്നിട്ടുണ്ട്. ഗുരുവിന് രൂപം പണിയേണ്ട ആവശ്യമില്ല. രൂപ ആരാധനയ്ക്ക് ഗുരു വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തത്. ഗുരുവിൻ്റെ വാക്ക് മാത്രം മതി. സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്നാണ് അവിടെ പറയുന്നത്. വാക്കാണ് സത്യം, ഗുരുവിൻ്റെ വാക്കാണ് സത്യം. അതുകൊണ്ട് നിങ്ങളിവിടെ ഗുരു സ്ഥാനിയെയോ അല്ലെങ്കിൽ എന്തോ ശിഷ്യനെ പൂജിക്കണമെങ്കിൽ ഗുരു എന്തിനാണ്? ശിഷ്യനെ പൂജിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ആവശ്യമില്ല. ഒരു ശിഷ്യനെ ഇവിടെ പൂജിക്കാൻ ഒരു ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. വിവേകാനന്ദൻ്റെ ചരിത്രം നമ്മൾ നോക്കണം. ഈ ലോകം ഒട്ടും സഞ്ചരിച്ചിട്ട് ഹിന്ദുമതത്തെ വളർത്തുമ്പോഴത്തേക്കും
അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്, ഗുരു വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നില്ല ഇന്നുവരെയും. ലോകം കണ്ട ഏറ്റവും വലിയ സന്യാസി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗുരു രാമകൃഷ്ണ പരമകൃഷ്ണനെ ആർക്കും അറിഞ്ഞൂടായിരുന്നു. എന്താ പറയാൻ, സ്വാമി വിവേകാനന്ദനിലൂടെയാണ് ലോകം നമ്മളെ പരമകൃഷ്ണനെ അറിഞ്ഞത്. അത് മനസ്സിലാക്കണം. നിങ്ങൾ നല്ലൊരു ശിഷ്യയായിരുന്നെങ്കിൽ ആ മഞ്ഞ വസ്ത്രം കളയില്ലായിരുന്നു. ആ മഞ്ഞ വസ്ത്രം എടുത്ത് ഗുരു തന്ന ദീക്ഷയാണത്. ആ ദീക്ഷയെടുത്ത് കളഞ്ഞു. അമൃത ജന്മി മാത്രം മതി നിങ്ങൾക്ക്. നിങ്ങൾ ശിഷ്യ പൂജ ചെയ്തെന്നും നിങ്ങൾ പാദം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് പുണ്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ പാദം കൊടുക്കുന്നത്? പാദം കൊടുത്ത് ഏതെങ്കിലും കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഞാനടക്കം. എന്ന് നിങ്ങളെ പാദം തൊഴാൻ തുടങ്ങിയോ അന്ന് എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും നശിച്ചു. അത് വിട്ട് എന്താണോ ഞാൻ വെളിയിൽ വന്നിട്ട് ഗുരുവിനെ മാത്രം പ്രാർത്ഥിക്കാനും ആ അറിവെനിക്ക് എന്ന് വന്നോ, അല്ല അറിവെനിക്ക് 2004 എന്താ പറയുക, തങ്കപ്പൻ സ്വാമി എന്നൊരു പൂഞ്ഞാർ തങ്കപ്പൻ എന്ന് പറയും, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അവസാന കാലം കന്യാകുമാരിയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഡാക്ടർ ബാബുലൻ ഡാക്ടർ വീട്ടിലാണ് അദ്ദേഹം അന്തി ഉറങ്ങിയതൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എനിക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാനും കണ്ണൂർ നമ്മളിപ്പം ഈ നവനന്മ സ്വാമിയുടെ അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ സഹോദരൻ ഒരു സുനീഷ് എന്നുള്ള പയ്യനുമായിട്ട് നമ്മൾ ആശ്രമത്തിൽ പോയ സമയത്ത് 2003 ഞാൻ ആശ്രമത്തിൽ 1 വർഷമായുള്ളൂ. ആ സമയത്ത് അദ്ദേഹം ഡയറി എഴുതുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. എന്ന് വന്നിരുന്ന ഡയറി എഴുതും. ആ ഡയറി സുനീഷ് എടുത്ത് വായിച്ചു. ഇപ്പം അദ്ദേഹത്തിൻ്റെ സുനീഷിൻ്റെ അച്ഛൻ മരിച്ചു. വിദ്യാരൻ മാസ്റ്റർ സാറാണ്. അദ്ദേഹം ഇപ്പം മരിച്ചു. വിദ്യാരൻ ചേട്ടൻ്റെ മോനാണ് ഈ സുനീഷ്. അപ്പോൾ അവൻ എന്നോട് പറയണം, അണ്ണാ ഇങ്ങനൊരു ഡയറി എഴുതുന്നുണ്ട്, അതിൽ അമൃതാജന്യെക്കുറിച്ചും ഗുരുദിനത്തിനെക്കുറിച്ചും സ്വാമിയെക്കുറിച്ചും വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്. അയ്യോ അങ്ങനെ അപ്പം വിട്ടുകൂടല്ലടാ, നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 2 മണി പോലെ അദ്ദേഹം അവിടെ എന്നും ഈ കന്യാകുമാരി വിട്ടിട്ട് മരുത്വമലയിലോട്ട് പോകും. ഒരു ഷാളും മുണ്ട് കൊടുത്തിട്ടൊക്കെയാണ് പോണത്. ഇന്ന് നടക്കേ ഉള്ളൂ പുള്ളി. മക്കളൊരു 5-6 പേരുണ്ട്. നിത്യൻ്റെ അച്ഛനാണ്. ആശ്രമത്തെ ആഹാരം വയ്ക്കുന്ന നിത്യൻ്റെ അച്ഛനാണ്. അപ്പോൾ ശരി എന്താണ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കൊച്ചുപേനാണെന്ന്, എന്നെക്കാലൊക്കെ ഒരു 10 വയസ്സ് എളുപ്പമാണ്. അവനത് അത്ര ധൈര്യമില്ല. അതുകൊണ്ട് എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി കന്യാകുമാരി ആശ്രമത്തിൻ്റെ അപ്പുറത്തെ ഷെഡ്, അന്ന് പ്രാർത്ഥനാലയൊന്നും വന്നില്ല, ഷെഡിൽ പോയിട്ട് ആ ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇന്ന് നടക്കുന്ന ചരിത്രങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനൊരു 5-6 പേജ് വായിച്ചുള്ളൂ. കാരണം അതിനകത്ത് വായിക്കാനുള്ള മനസ്സെനിക്ക് തോന്നിയില്ല. കാരണം ഗുരുവിൻ്റെ ശിഷ്യയെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, എന്താ പറയാൻ, അന്നത്തെ കാലത്തിൻ്റെ അറിവനുസരിച്ച് ഗുരുവോളം സ്നേഹിച്ച ഒരു ശിഷ്യയുടെ കുറിച്ചാണ്, അവരുടെ തമ്മിലുള്ള മോശമായ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു രംഗമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞങ്ങളെ കല്ലേക്കുള്ള അന്നത്തെ വയസ്സിന് മുതിർന്ന 1-2 ചേട്ടന്മാരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് അന്ന് തന്നെ ആ ബുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവൻ വന്നു, തങ്കപ്പൻ മാവൻ വന്നു. അങ്ങ് പോയി അത് കൈയും കാലം കഴുകിയിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി പോയിട്ട് നോക്കിയപ്പം ഡയറി കണ്ടില്ല. വിഷമിച്ച് പുള്ളിയൊന്ന് ചോദിച്ചു. ഞങ്ങളാ ബുക്ക് കൊടുത്തില്ല. വൈകുന്നേരമായപ്പം അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങനെ ബുക്ക് നമ്മൾ കൈ എടുത്തിട്ടുണ്ട് തരാൻ നോക്കില്ല, ഞങ്ങൾ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുവന്ന് ഇന്നത്തെ ഡാക്ടർ സോമനാഥൻ്റെ കയ്യിൽ കൊടുത്ത് ജനലിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലാക്കണം, ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അറിവില്ല. നമ്മളെ അറിവ് എത്രത്തോളം അറിവില്ലാത്തവരായിപ്പോയി നമ്മൾ. അത് മാത്രം ഉണ്ടായിരുന്നേ മതി. ഏറ്റവും വലിയ പ്രൂഫായിരിക്കും. കാരണം പൂന തങ്കപ്പൻ എന്ന് പറയുന്ന ആളും ഈ അമൃതാജൻ്റെ അച്ഛൻ ചെല്ലപ്പൻ നായരുമായിട്ട് അത്ര ബന്ധമാണ് അവർ. ഇവരെ ജീവിതം എന്താണെന്നും ഇവരെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എത്രത്തോളം ഒരു സാമ്പത്തികം ഉണ്ടെന്നും ഒക്കെ അവർക്ക് അദ്ദേഹത്തിന് അറിയാം. നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എടുത്തിട്ട് അടിച്ചു. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഗുരുമാർഗം പ്രകാശസഭയിലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വന്ന് ഇവിടെ വന്ന് 2-3 പേര് അന്വേഷിച്ചു. ഞാൻ ഇവിടെ തങ്ങിയിരിക്കുന്ന സ്ഥലം വന്ന് എന്നോടൊന്ന് ചോദിച്ചു. അപ്പോഴും പ്രാർത്ഥനാലയം വന്നതിന് ശേഷം 1 വർഷമൊക്കെ ആയി ഇദ്ദേഹത്തെ തല്ലു കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഒക്കെ ആയിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തില്ല. ഈ ചോദിച്ചൊരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പാറയിൽ ഒരു വൈകുന്നേരം ഒരു 6:30 മണിക്ക് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഫോണ് അങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോണാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പം ഷെഡിലോട്ട് ഫോൺ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും തങ്കപ്പാമനാണ് വേണ്ടി ഞാൻ തന്നെയാണ് ഫോൺ എടുത്തത്. ആനന്ദ ഞാൻ ആശാരിപ്പള്ള ആശുപത്രിയാണ്, അത് മെഡിക്കൽ കോളേജാണ്, നാറൂരിലുള്ള മെഡിക്കൽ കോളേജ്. അവിടെ അഡ്മിറ്റാണ്. എന്നെ ആശ്രമത്തുള്ള ഒരു 5-6 പേര് വന്ന് അടിച്ചു, തൂക്കിയെടുത്തുകൊണ്ട് പോയി സൈഡിൽ കൊണ്ടുവച്ച് പാറയിൽ കൊണ്ടുവച്ച് ഞാൻ എഴുതിയ കൈ നീ ഇത് വെച്ചില്ലടാ എഴുതിയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ തല്ലി പൊട്ടിച്ചു. വളരെ വിഷമിച്ചു. കാരണം അത്ര നമ്മളൊന്നും അങ്ങനെ ഹാർഡായിട്ടുള്ള കൃതമുള്ളവരൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ വളരെ സാധാരണ
മനസ്സുള്ളവരാണ്. സാധാരണ ചിന്തയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളതല്ലാതെ നമ്മളിലെപ്പോഴും കനിയേ ഉള്ളൂ. അദ്ദേഹത്തെ ഇത് ചെയ്തു. അത്ര ഗുരുരത ഉള്ളവന്മാരാണവർ. നിങ്ങളെ റെവഡീസവും നിങ്ങളെ ഗുണ്ടായുസവും ആ ആശ്രമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗുണ്ടായുസം കാണിക്കണതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതൊന്നും ചെയ്യാത്തവരല്ല ഞങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ആശ്രമത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങളെ പിടിച്ച് നിർത്തുമ്പം അന്നൊക്കെ എനിക്കൊരു 25-24 വയസ്സൊക്കെ പ്രായമാണ്. ഞാൻ പ്രാർത്ഥിക്കും ഗുരു എന്തിനെന്ന് വെച്ചാൽ റെവഡികളകത്ത് വരാതെ രാത്രി ആശ്രമത്തിന് പ്രൊട്ടക്ഷൻ വരാൻ വേണ്ടി കുറേ കാലഘട്ടത്തിൽ ആശ്രമം കാവൽ കാക്കാൻ വേണ്ടി ആളുകൾ നിർത്തിയിട്ടുണ്ട്. കല്ലൊക്കെ വെച്ച് ആളുകൾക്ക് ഓരോ കുറുതടിയും ചെറിയ കൈത്തടിയൊക്കെ കൊടുത്തിട്ട് ഒരു 20 അടിക്ക് ഒരിടത്ത് ഒരു 3-4 പേർ നിർത്തും. ആശ്രമം ചുറ്റി നിർത്തും, ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ. അതിന് 2 ക്യാപ്റ്റന്മാരൊക്കെ കാണും രാത്രി. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. എങ്ങനെയെന്നറിയാം, ആരെങ്കിലും വരണമെന്ന് പ്രാർത്ഥിക്കും. അത്ര കൊതിയാണ് ഞങ്ങൾക്ക് അടിക്കാനൊക്കെ. ആരെങ്കിലും വരണമെന്ന് പ്രാർത്ഥിക്കും. അത്ര ടാലൻ്റ് ഉണ്ട്. അത്ര അടിക്കാനോ കൊടുക്കാനോ കൊള്ളാനോ ഒന്നും നമുക്ക് പേടിയെന്നുള്ളവരല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മനസ്സ് എന്ത് ചെയ്തു? കാരണം ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ വാണികൾ കേട്ട് ഇതിനൊക്കെ നമ്മളങ്ങ് മാറുകയാണ്. നമ്മളെ മനസ്സും ഇത് മാറുകയാണ്. അപ്പോൾ നീയൊക്കെ എത്ര പൈശാചികളാണെന്ന് നമുക്ക് മനസ്സിലായി. ആശ്രമത്തിന് ഇത്രയും വലിയ പദവികളിരുന്നിട്ട് എത്ര പൈശാചിയാണ്. ഈ അമൃതനെ വിളിക്കുന്ന തെറി കേട്ട ആൾക്കാരുണ്ട്. തെറി ആരെങ്കിലും ചിന്തിക്കുമോ? ആർക്കെങ്കിലും മനസ്സിലാക്കുമോ? നമ്മളെ കൂടെയുള്ള ആത്മബന്ധുക്കൾ ഡയറക്റ്റായി കേട്ടുകൊണ്ട് അമൃതനെ വിളിക്കുന്ന തെറി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് വെച്ച് നിർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തിട്ട് ഈ ആശ്രമവും, കാരണം ഗുരു നടന്ന മണ്ണ് പോലും നിങ്ങൾ വെച്ചില്ല. ഗുരു നടന്നു പോയാൽ എന്തെങ്കിലും ഒരു പുണ്യം നാളത്തെ പിള്ളേർ വരുമ്പോൾ അവിടെ നടക്കുമ്പോഴത്തേക്കും ആ ഗുരു നടന്നു പോയാൽ എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മളതൊക്കെ ശരിയായിക്കോളാം. നമ്മളുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ അതൊക്കെ ചെയ്യാം. നിങ്ങളത് വിറ്റ് മാറിപ്പോവുക, അത്രയേ ഉള്ളൂ. ഇത് നമ്മളെയൊക്കെ ഒരു അപേക്ഷയാണത്. ഇനിയും നിങ്ങൾ പറ്റിക്കാൻ നിൽക്കരുത് ഈ ആശ്രമത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അത് നടക്കില്ല. അത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അവിടെ നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നതെന്നും എന്ത് ആരാധനയാണ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വെച്ച് നിർത്തുക. ഇത് നമ്മളൊരു അപേക്ഷയായിട്ട് വയ്ക്കുകയാണ്. മനസ്സിലായില്ല? ശാന്തിഗിരിയിൽ പോണ ആൾക്കാർ ഇത് മനസ്സിലാക്കുക. അവിടെ നടക്കുന്ന അത്രയും കള്ളമാണെന്ന് മനസ്സിലാക്കുക. ഇത് കൊച്ചു കൂട്ടമാണ്, കുറച്ച് ആൾക്കാരെ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ട. ഈ കർമ്മം നമ്മൾ പൂർത്തീകരിച്ച് തന്നെ ആവും. നമ്മളല്ലെങ്കിൽ നമ്മളെ തലമുറയെങ്കിലും ഈ കർമ്മം ഗുരു നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കും. അതിനൊരു അടയാളമാണ് ഇതുപോലത്തെ ഓരോ പുണ്യകർമ്മങ്ങൾ നടക്കുന്നത്. എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ നടന്ന കർമ്മത്തിന് ഗുരുവിൽ നിന്ന് എന്ത് നന്മ കിട്ടുവാനുണ്ടോ അത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സദ്ഗുരുവേ ശരണം. രാധേശിക്ക് ഒരു 2 വാക്ക് കൂടി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃതജ്ഞത പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് എന്താ പറയുക അവസാനിപ്പിക്കാം. സദ്ഗുരുവേ ശരണം. ഞാൻ 2 വാക്ക് പറയാൻ വിട്ടുപോയി. പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. അതായത് ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവാണിയുടെ പ്രസക്തി എന്താണെന്നും ഒന്നും തന്നെ കാണിക്കാതെ ഗുരുവാണികൾ മറച്ചു വയ്ക്കപ്പെട്ടെടുത്തു നിന്നാണ് നമ്മൾ ഈ ഗുരുവാണികളെടുത്ത് പുസ്തകങ്ങളാക്കി പ്രകാശനം ചെയ്ത് എല്ലായിടവും എത്തിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം, ശാന്തിഗിരി ആശ്രമത്തിലും ബ്രാഞ്ച് ആശ്രമങ്ങളിലും എല്ലാ ദിവസവും 3 നേരവും ഗുരുവിൻ്റെ ഗുരുവാണികൾ അവിടുത്തെ എന്താ പറയുക എല്ലാ സ്പീക്കറുകളിൽ കൂടിയും 3 നേരവും പ്രാർത്ഥനാ സമയങ്ങൾ കഴിയുമ്പോൾ ഗുരുവാണികൾ ഉച്ചഭാഷണികളിൽ കൂടെ ഗുരുവിൻ്റെ വാക്കുകൾ കേൾപ്പിക്കണം. ആ അന്തരീക്ഷം ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ശുദ്ധീകരിക്കപ്പെടണം എന്ന് ഞാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ മഹത്വം മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്തത് കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. അതിനു മുമ്പ് 2 വാക്ക് പറഞ്ഞു. ശരി, ഗുരുമാർഗം പ്രകാശ സഭ കഴിഞ്ഞ പൗർണമിയോടുകൂടി ഗുരുധർമ്മ സത്യയാത്ര എന്നുള്ള ഒരു ദൗത്യം നടത്തിയുണ്ടായി. അത് ഞാൻ എൻ്റെ സംസാരത്തിൽ പറയണമെന്ന് വിചാരിച്ചാണ് എനിക്കൊന്ന് സൂചിപ്പിക്കണമെന്ന്. അത് ഒത്തിരി നീണ്ടുപോകണമെന്ന് വിചാരിച്ച് പറയാതിരുന്നത്. പക്ഷേ അത് ഗുരുധർമ്മ സത്യയാത്ര എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചതെന്ന് വെച്ചാൽ ഗുരുവാണികൾ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കേൾപ്പിക്കുക. അത് കേൾപ്പിക്കുമ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിലും ആ അന്തരീക്ഷത്തിൽ അത് നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. അന്തരീക്ഷ പരിശുദ്ധി വരുത്തി അതിങ്ങനെ പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം
1 മാസക്കാലമായി മറ്റന്നാളാണ് ഇതിൻ്റെ പരിസമാപ്തി. അത് ഗുരുമാർഗം പ്രകാശയുടെ പ്രസിഡന്റ് ശശിയേടൻ തന്നെ അത് പറയുകയുണ്ടായി. അത് കന്യാകുമാരിയിൽ വെച്ചാണ് അതിൻ്റെ പരിസമാപ്തി. അപ്പോൾ അതിൽ നല്ലൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കേരളത്തിലെ കന്യാകുമാരി മുതൽ എന്നുവെച്ചാൽ തമിഴ്നാട് ജില്ലയുടെ കന്യാകുമാരി മുതൽ കേരളത്തിലെ കണ്ണൂർ, വയനാട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ആശ്രമങ്ങളുടെ പരിസരങ്ങളും എല്ലാം കേന്ദ്രീകരിച്ച് ഇന്നില്ലാതെ പോയത് ആശ്രമത്തിൽ പോലും ഇന്ന് ഗുരുവാണികൾ ഇടാറില്ല. കാരണം അവരുടെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഗുരുവാണി നേരിട്ട് കേൾക്കുന്നത് അപകടകരമാണ്. ഗുരുവാണി ഒരാൾ കേട്ടിട്ട് അയാൾ വിവർത്തനം ചെയ്യുന്നതാണ് അവർക്ക് അഭികാമ്യം. യഥാർത്ഥത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അപഹാസ്യകരമായിട്ടാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഗുരുവാണികൾ ഇപ്പോൾ 100 പേരിൽ കേൾക്കുമ്പോൾ ഗുരു സംസാരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് കേൾക്കുന്ന ആ 100 പേർക്ക് 100 രീതിയിലാണ് അത് അനുഭവപ്പെടുന്നത്. കാരണം അവരവരുടെ ജീവിത സാഹചര്യം, അവരവരുടെ അറിവ് എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത്. അപ്പോൾ അത് നേരിട്ട് കേൾക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ദൗത്യം അവർ ചെയ്തതിന് ഗുരുനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്രകാശന കർമ്മത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനുമായി നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായ ഗണേശ മാഷിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീഗുരുശരണം. പ്രിയ ആത്മബന്ധുക്കളെ, കൃതജ്ഞത പറയാൻ വേണ്ടി ഇതിൽ ഏറ്റവും എളുപ്പമാണുള്ള കാര്യങ്ങൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാനിവിടെ ഒരു കൃതജ്ഞത പ്രസംഗത്തിനൊന്നും വന്നതല്ല. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഇത്രയും വലിയ മഹനീയമായൊരു കർമ്മം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ എന്താ അറിയില്ല, ചില സന്ദർഭങ്ങൾ കൊണ്ട് ഇവിടെ സ്റ്റേജിൽ കയറി ഇരിക്കാൻ പറഞ്ഞു, ഈ പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കാനൊക്കെ പറഞ്ഞു. ആകസ്മികമായി സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിപ്പോൾ ആത്മീയമായ അങ്ങനെയുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും മഹത്തായൊരു കർമ്മം അല്ലെങ്കിൽ മഹനീയ കർമ്മം എന്ന് പറയാൻ കാരണം ഇതിലപ്പുറത്തേക്കൊരു കർമ്മമില്ല. കാരണം ലോകത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇന്നോളം വന്ന സകല ഗുരുക്കന്മാരിൽ അവർ ഉത്ബോധിപ്പിച്ചു പോയ അല്ലെങ്കിൽ പ്രബോധനം ചെയ്ത പല ആത്മീയ തത്വങ്ങൾ, ജീവിത തത്വങ്ങളെല്ലാം കാലങ്ങൾ കൊണ്ട് അത് വെള്ളം ചേർക്കുക, വളച്ചൊടുക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവാണിയിൽ വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത. അതിൽ അസലിൽ 300 ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത്. അത് ലോകത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത് പരിശോധിക്കുമ്പോൾ 702 ശ്ലോകങ്ങളിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ ഇത് വന്നതെങ്ങനെ? അപ്പോൾ പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യഗർവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അവരുടേതായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതേപോലെയുള്ള സമാനമായിട്ടുള്ള ശ്ലോകങ്ങൾ എഴുതി ചേർത്തു. അപ്പോൾ ഇത് ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതല്ലാതെ കൂട്ടിച്ചേർത്ത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് ആ ഒരു സത്യം നിലനിൽക്കുകയാണ്. ഇതുപോലെ എല്ലാ പരമ്പരകളിലും ഒരു അനുഭവം മാത്രം പറയണേ, വന്നു പോയിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം ഇങ്ങനെ വിഭാഗീയത വരാൻ കാരണം ഇതിൽ ശരിയായ രീതിയിൽ ഗുരുവാക്ക് അല്ലെങ്കിൽ ദൈവവാക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വ്യാഖ്യാനങ്ങളിൽ പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആൻ പരമ്പരയായാലും ആ കാലഘട്ടത്തിൽ നിന്നും കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. അതുപോലെ ബൈബിളിലായാലും ഒക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ യേശുവിൽ നിന്ന് കിട്ടിയതോ അല്ലെ ദൈവത്തിൽ നിന്ന് കിട്ടിയ വാക്കുകളല്ലാതെ കൂടുതൽ പലതും വിരുദ്ധമായിട്ടൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ പല സഭകളിലേക്ക് അത് തിരിഞ്ഞുപോയി. ഇപ്പോൾ ഇസ്ലാം പരമ്പര ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര സഭകളുണ്ടെന്ന് അവർക്ക് ഓരോ പണ്ഡിതന്മാരുടെ രീതിയിലേക്ക് പാണ്ഡിത്യകർമ്മം കൊണ്ട് പോവുകയാണ്. അതുപോലെ ക്രിസ്തു പരമ്പര ഏകദൈവ വിശ്വാസത്തിൽ സഞ്ചരിക്കുന്ന ഓരോ പരമ്പരയ്ക്കും വന്നു പറ്റും. ഇത് നമ്മുടെ ഒരു ഗുരുവിൻ്റെ ചരിത്രം നോക്കുമ്പോഴും ആ രീതിയിലേക്ക് പോകുന്നോ എന്നുള്ളത് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുൻകാലങ്ങളിൽ ഗുരുക്കന്മാർ വന്ന ആ സമയത്തൊന്നും ഈ ഇന്നത്തെ പോലെ ഈ കാണുന്നതും കേൾക്കുന്നതും രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ആര് പറഞ്ഞു ദൈവവാക്കാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റാത്തത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗുരു എന്ത് സംസാരിച്ചു, ഗുരുവിനെ കാണാനും കേൾക്കാനും പറ്റിയ ഒരു അവസരമാണെന്ന്. എന്നിട്ട് പോലും ഇന്ന് ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാൽ ലോകം മുഴുവൻ കാണാൻ പറ്റിയൊരു അവസരമാണെന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ സമീപകാലത്ത് നടന്നൊരു സംഭവം നോക്കുമ്പോൾ
ഈ ഗുരുവാണിയിൽ ഉള്ള മാറ്റം വരുന്നതായിട്ട് ഇവിടെ പറയുന്നത് കേട്ടു. അതുപോലെ ഗുരുവിൻ്റെ ശരീര വിയോഗ ആ സമയത്ത് പോലുള്ള സംഭവങ്ങളിൽ പോലും യഥാർത്ഥ സംഭവം അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അത് അങ്ങനെയല്ല, ചില സത്യങ്ങൾ ഇങ്ങനെയാണെന്ന് യൂട്യൂബിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ GSSൻ്റെ പ്രസിഡൻ്റ് അത് ശേഖരിച്ച് നമ്മൾ കാണിച്ചു തന്നു, ഡോക്ടർ ഇടപെട്ടതും ഹോസ്പിറ്റലിൽ പോയതും അങ്ങനെയുള്ള ചില അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം കൊണ്ട് ഇത് നമുക്കറിയാൻ പറ്റി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. യഥാർത്ഥം ഒന്ന് നിൽക്കുന്നു, മറ്റൊരു രീതിയിൽ യഥാർത്ഥമല്ലാത്ത രീതിയിൽ ഇവിടെ ആകുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പാന്ത കാലത്തോളം വന്ന ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എവിടെ എത്തും എന്നുള്ളതാണ് ചിന്തിക്കുക. അപ്പോൾ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു കർമ്മമാണ്. ഇതിലപ്പുറത്തേക്കൊരു കർമ്മം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഗുരുവിൻ്റെ പരമ്പര നിലനിൽക്കുന്ന അവരുടെ സന്ദേശങ്ങളിൽ കൂടിയാണ്, ഏത് ഒരു ഗുരുപരമ്പരയായാലും. അപ്പോൾ ഗുരുക്കന്മാരുടെ യാഥാർത്ഥ്യമായ സന്ദേശങ്ങൾ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊരു പരമ്പരയും, ക്രിസ്തുവിൻ്റെ പരമ്പരയും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ലോകവ്യാപകമായിട്ട് വ്യാപിച്ച് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ ഞാനിവിടെ വന്നപ്പോൾ പ്രതീക്ഷിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ വേദിയിൽ, വേദിയല്ല, സദസ്സിൽ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് ഈ കാര്യങ്ങൾ കേൾക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ് ഇത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ഉപനിഷത്തിലൊക്കെ പറയുന്ന പോലെ മൂടപ്പെടുന്ന സത്യമതി എന്താ പൊൻപാത്രം കൊണ്ട് സത്യമതിൻ മുഖം തുറക്കുന്നത് നീ ഭൂഷൺ സത്യധർമ്മന് കാണുമെന്ന് എന്നുള്ളൊരു സത്യം തന്നെയാണ്. കാരണം പല സത്യങ്ങളും എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് പുറത്തു വിടാൻ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് മൂടപ്പെടുന്ന പോലെ സമ്പത്തും അധികാരവും കൊണ്ട് മൂടുകയാണ് സത്യത്തിനെ എത്രയും കാലം മറച്ചു വെക്കാൻ കഴിയില്ല. ആ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ഒക്കെ ആ മൂടലുകളിൽ നിന്നു പോവുകയാണ്. സത്യം പറഞ്ഞിട്ട് അത് പറയാൻ കഴിയുന്നില്ല. ഇത് തെറ്റാണ്, ഈ വഴി തെറ്റാണെന്നൊക്കെ പലർക്കും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സംസാരിച്ച കേൾക്കുമ്പോൾ വലിയ വിഷമാണ് തോന്നുന്നത്. കാരണം യഥാർത്ഥം എന്താണ്? ഇവിടെ നമ്മളെ വിനായക ചേട്ടൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് നിറവേറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പുണ്ട് 1973 കന്നി 4-നാണ്. അപ്പോൾ ഇത്രയും ആ അവസ്ഥ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ആ സത്യത്രാന എന്ന മഹർഷിക്ക് സംഭവിച്ച തെറ്റ് തിരുത്തപ്പെടുന്നത് 1973 കാണുന്നു. അതിനുശേഷം അതേപോലെ ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള മന്ത്രം ലഭിക്കുന്നത്, ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയ മന്ത്രം ലഭിക്കുന്നത് 1964 അത് വർക്കല ശാന്തിഗിരി വെച്ച് ഇങ്ങനെയൊക്കെ ആണ് ഈ യഥാർത്ഥമായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പരമ്പരയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള യഥാർത്ഥം മറച്ചു വെച്ച് മറ്റൊരു രീതി, ഇപ്പോൾ എന്താണ് പൂർത്തീകരണമോ സത്യത്രാനം തെറ്റ് തിരുത്താൻ വേണ്ടി വീട് എന്തൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ എന്താണ് ആകെ കൺഫ്യൂഷനിലാക്കുന്ന രീതിയിലേക്കാണ് പരമ്പരയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പരമ്പര ഈ കൽപ്പാന്ത കാലത്തോളമുള്ള പരമ്പരയാണ് നമ്മൾ. ആ പരമ്പരയിൽ ഇത്രയും ശുഷ്കമായ രീതിയിലേക്ക് നമ്മൾ മാറി. പക്ഷേ അത് വേദന ഉണ്ടാകുന്ന ഗുരുവാണി ഇവിടെ രാവിലെ വായിച്ചു. അപ്പോൾ ആ വേദന എന്താണ്? അപ്പോൾ ഈ സത്യത്തെ പുറത്ത് പറയാൻ ലോകത്തിന് കൊടുക്കാൻ ആളുകളില്ല. എന്തായാലും ഈ ഒരു സത്യത്തെ നമുക്ക് കുറഞ്ഞ ആളുകളാണെങ്കിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണെന്നാണ് നമുക്കിതിൽ മനസ്സിലാകുന്നത്. കാരണം ഇങ്ങനെയൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നിയത്. കാരണം അതിനെല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തതെന്നോ ഒന്നും അറിയില്ല. നമ്മൾ ഇതിൽ ഒരു സപ്പോർട്ട് എന്നുള്ളതിൽ ദൂരെ മാറി നിന്നിട്ടാണ് ഇതിനെ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ വളരെ അകലെയുള്ള എത്ര കിലോമീറ്റർ ആകുമ്പോൾ UK-ലൊക്കെയുള്ള നമ്മുടെ ജാതി ചേച്ചിയും അതുപോലെ ഡോക്ടർ ബീന, സതിയണ്ണൻ, കന്യാകുമാരി, ഇങ്ങനെയുള്ള ഒരുപാട് ആരൊക്കെയാണ് എനിക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പിന്നിൽ നിന്ന് ഈ ഒരു വലിയ സംഭവത്തിന് വേണ്ടി ആ ബ്രഹ്മനിശ്ചയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് മനസ്സിലാകും. കാരണം ഈ സത്യം യഥാർത്ഥമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് എന്താണ് ഇപ്പോൾ തന്നെ സൂചനയുണ്ട്. ഇത് മാറി മാറി ഗുരു എന്താണെന്നോ ഗുരുപരമ്പര എന്താണോ എന്തിനാണെന്നോ അറിയാത്ത രീതിയിലേക്ക്
മറ്റു പരമ്പരകൾ പോയി ആയിപ്പോകും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പം അത്രയും പ്രപഞ്ചത്തോളം വലിയൊരു കർമ്മം തന്നെയാണ് ഇവിടെ ചെറിയ സഭയിലാണെങ്കിലും വെച്ചും ഇതിൻ്റെ വലിപ്പം അത്രയും വലുതാണ്. അത് പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ ലോകമുള്ള കാലത്തോളം ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ വലിപ്പമാണ്. ഇതിവിടെ രണ്ടാമത്തേതാണെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയും ഈ കാര്യങ്ങൾ ഗുരു എന്താണോ ലോകത്തിന് കൊടുത്ത യഥാർത്ഥമായ സംഭവങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തി പോകാനുള്ളൊരു കർമ്മം, അത് എന്ത് തടസ്സം എന്ത് വേദന വന്നാലും അത് ചെയ്തെടുക്കാൻ കഴിയണം. അപ്പോൾ പലപ്പോഴും ഞാൻ ചിലപ്പം സതിനെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട്, രാത്രി വിളിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ചോദിക്കാൻ വിളിക്കുമ്പോൾ പറയും, ഞാൻ കുറച്ച് നേരം വിളിക്കാം, ഞാനിപ്പോൾ ഗുരുവാണി ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ബീന ഡോക്ടറാണെങ്കിൽ നോക്കുമ്പോൾ ഒക്കെ സമയമല്ല, രാത്രി പകലും ലീവ് എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും ദൂരെയുള്ള വരും. അപ്പോൾ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ചന്ദ്രബാബു ചേട്ടനെല്ലാം അത്രയും റിസ്ക്കാണ്. കാരണം ഈ വേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വേദനയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മാർഗത്തിന് വേണ്ടി വന്നവരെല്ലാം വേദന, ഗുരു സഹിച്ച വേദനയപ്പുറത്ത് ഒന്നും ഇല്ലല്ലോ. ഓരോ ഗുരുക്കന്മാരും നമുക്കറിയാം, യേശു ക്രിസ്തു തിരിച്ച പുൽക്കൂട്ടിൽ, അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരാഗ്രഹത്തിൽ ജനിച്ചു. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പലരും അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രബാബു ചേട്ടനൊക്കെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, അറിയാം. അപ്പോൾ ഈ തരത്തിലുള്ള വേദനകളാണ്. പിന്നെ ആ വേദന സാരമില്ല, എല്ലാം ഗുരു കാണുന്നു. അപ്പോൾ അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇങ്ങനെ ഇത്രയും വലിയൊരു ഇതിൽ പങ്കെടുത്ത നമ്മൾ ഓരോരുത്തരും ഭാഗ്യമാരാണ്. മാത്രമല്ല ഇതിൽ നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ മക്കളെ സംബന്ധിച്ച് നമ്മൾ എന്തിനു നന്ദി പറയും, ആർക്കും നന്ദി പറയും എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഈ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഇവിടെ പങ്കെടുത്ത GSSൻ്റെ പ്രസിഡൻ്റായ ചന്ദ്രബാബു ചേട്ടൻ, അതുപോലെ ഞാൻ കാര്യം പറയാൻ ഈ കാര്യം എനിക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ആത്മീയ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പങ്കെടുത്ത് ശീലമല്ല. ഞാൻ ചന്ദ്രബാബു ചേട്ടൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം 10-30 വർഷം പല സ്ഥലങ്ങളും മാറി മാറി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്റ്റേജിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. മൈക്കിൻ്റെ അടുത്ത് ഞാൻ പോകാറില്ല, എന്നറിയില്ല. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ കയറി ഇരിക്കേണ്ടി വന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് ക്ഷമിക്കുക. പിന്നെ ചന്ദ്രബാബു ചേട്ടൻ, അതുപോലെ രാധിക മേഡം, ഡോക്ടർ പ്രമോദ് ഡോക്ടർ നമ്മളെ ഇത്രയും സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഈ ഗുരുവാണി ഇത്രയും മഹത്തായൊരു ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് വന്നു. അദ്ദേഹത്തിനും ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ GPSൻ്റെ പ്രസിഡൻറ്റ് എനിക്കറിയുന്നത് 2021-ലോ തോന്നുന്നുണ്ട്. ഞാൻ ആശ്രമത്തിൽ വരാനും കാരണം പ്രശ്നമാകുമോ, പിന്നെ എന്തെങ്കിലും ആത്മീയ ബോധം ഉണ്ടായിട്ടോ അറിവുണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഒരു ബന്ധു വളരെ നിർബന്ധിച്ചിട്ട് ആശ്രമങ്ങൾ തീരെ ഇഷ്ടമല്ലാത്തൊരു സമയത്ത്, ദൈവവിശ്വാസം പോലും ഇല്ലാത്ത സമയത്താണ് അവിടെ എത്തിപ്പെടുന്നത്. അപ്പം ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയല്ല ദൈവവിശ്വാസം എന്താണെന്നും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണൊക്കെ മനസ്സിലാക്കി ഗുരുവിനെ കണ്ട ശേഷം. ഇപ്പം ഞാൻ ഈ പരമ്പരയിൽ നിൽക്കുന്നത് തന്നെ ഗുരുവിനെ കണ്ട ആ രൂപം മനസ്സിൽ നിന്ന് മാറാത്തതുകൊണ്ടാണ്. ആ രൂപം ഹൃദയത്തിൽ നിന്ന് കിടക്കുന്നത് മാത്രമാണ്, വേറെ എന്തെല്ലാം. പക്ഷേ നമ്മൾ അത്രയും പ്രതീക്ഷയാണ്. കാരണം ഈ ലോകത്ത് ഒരു മാറ്റം വരാനുള്ളൊരു സംഭവം, ഇത്രയും വലിയൊരു ധർമ്മം ലോകത്ത് വരാനില്ല. അതാണ്. അപ്പോൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചവരാണ് സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ശശിയേട്ടൻ, പിന്നെ അതുപോലെ അജിത്ത്, മഹേഷ് കുമാർ, നിസംഗാജന്നി, പത്മപ്രകാശ് സ്വാമി, അങ്ങനെ ഒരു 10-12 പേര് ഒരു ദിവസം വയനാടിലൂടെ പോയി വരുമ്പോൾ വീട്ടിൽ വന്നു ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് കാരണം ഗുരുവിൻ്റെ കൂടെ നിന്ന ആളുകളാണ്, ഗുരുവിൻ്റെ കൂടെ നിന്ന് ജന്യമാർ ഒക്കെ സ്വാമിമാരൊക്കെ വന്ന് ഇങ്ങനെ കാര്യം പറയുന്നു, അന്താളിച്ച് പോവുകയാണ്. അതുവരെ ഞാൻ ആശ്രമത്തിൽ പോയിരുന്നു. അതിന് ശേഷമാണ് ഈ ആശ്രമത്തിലേക്കുള്ള വരവും ഒക്കെ നിന്നത്. കാരണം ഈ യഥാർത്ഥ പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മളെ വിശ്വാസിച്ച് വന്ന ഈ മൂല്യച്യുതി, ഡോക്ടർ നേരത്തെ പറഞ്ഞു മൂല്യച്യുതി എന്തുകൊണ്ട് വന്നു. അപ്പോൾ ആത്മീയമായ അറിവില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായ ലാഭമേ ഉള്ളൂ എന്ന് തിരിച്ച ജീവൻ എന്ന് പറയുന്നത് ഈ ജനിച്ച് ജീവിച്ച് അതോടുകൂടി തീരുന്നതാണെന്നുള്ളൊരു അറിവിലാണ് തലമുറയുള്ളത്. അതിലപ്പുറത്തേക്ക് ഗുരു എന്താണെന്നോ ഈ ജീവൻ എന്ന് പറയുന്നത് ഉത്ഭവത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചൊക്കെ അറിവ് കിട്ടുമ്പോഴാണ് ശരിയായൊരു ആത്മബോധം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കർമ്മ ഏറ്റെടുക്കേണ്ട ആളുകളിൽ നിന്നാണ് വിശ്വാസികളെ കൈ അല്ലിയടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നിജമായി. അപ്പോൾ എവിടെ വിശ്വാസം പോയി? അപ്പോൾ ഗുരുവിനെ ആര് സ്വീകരിച്ചു? ഗുരുവിനെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഗുരുവിനെ സ്വീകരിച്ചത് നമ്മൾ ഈ കുറഞ്ഞ പേരുകളാണെന്നാണ്. ഇനി നമുക്ക് ഉത്തരവാദിത്വം എന്താണ്? ഈ സത്യം ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി അത് രേഖപ്പെടുത്തി വെക്കുക. അത് ഏതെങ്കിലും കാലത്ത്
ഗുരു പറഞ്ഞ സംസാര രീതിയിൽ 350 തലമുറയാണെങ്കിൽ ആ സമയത്ത് ഇത് യഥാർത്ഥമായി ഇതാണെന്നുള്ളത് തിരിച്ചറിയണം. അല്ലാതെ ഒരുപാട് വെള്ളം ചേർക്കലുണ്ടായിട്ടെന്ന് പറയപ്പെടുന്നു, ഇത് കേട്ടപ്പോഴും തോന്നി. അപ്പോൾ ഇത് കാലക്രമേണ മാറി വരുമ്പോൾ യഥാർത്ഥമായ ഗുരുവിശ്വാസം ഇല്ലാതായി പോകും. അതിൻ്റെ തിരുത്താണ് ഇവിടെ നടക്കുന്നത്, ഈ സംഘടനയിൽ കൂടി ആയാലും ഈ സംഘടനയിൽ കൂടി. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഡോക്ടർ ഇത് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാർ അണ്ണൻ, നമ്മുടെ കൂടെ എല്ലാവർക്കും ഇവിടെ കൂടി നമ്മളെല്ലാവർക്കും, ഞാൻ പ്രത്യേകം എൻ്റേതല്ല, എല്ലാവരും നമ്മൾ പരസ്പരം നന്ദിയുള്ളവരാണ്. ഇവിടെ എല്ലാവരും സൗകര്യങ്ങൾ ചെയ്തു തന്ന അത്രയും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട പലരും ഉണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളിവിടെ വന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച എൻ്റെ ഗുരുവാദങ്ങൾ വാക്കുകൾ സമർപ്പിക്കുന്നു. സദ്ഗുരു ചേച്ചി. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഗുരുവാണി പ്രകാശനത്തിൻ്റെ ഈ മഹത്കർമ്മം നമ്മൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. അതും പ്രാർത്ഥിച്ച് പിരിയാമെന്നല്ല, ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഓം ശ്രീ സത്യപ്രദാ